Hello dear students. നമുക്ക് ഇംഗ്ലീഷ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ കോൺകോർഡ് ആൻഡ് ടെൻസസ് ഇതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കോൺകോർഡ് എന്ന് പറഞ്ഞാൽ ദ എഗ്രിമെൻ്റ് ഓഫ് ദ വേർബ് വിത്ത് ദി സബ്ജക്റ്റ്. ഞാൻ കരുതുന്നത് ഈ കോൺകോർഡ് എന്ന ഇംഗ്ലീഷിൻ്റെ പെക്യൂലിയാരിറ്റിയും സമയത്തെക്കുറിച്ച് ടെൻസിനെക്കുറിച്ച് ഒരു നല്ല ധാരണയുമുണ്ടെങ്കിൽ ഒരു 70% ഇംഗ്ലീഷ് ഗ്രാമറും നമുക്കറിയാമെന്നാണ്. എല്ലാം ആകുന്നില്ല എങ്കിൽ കൂടെ ഒരു ധാരണ, ഒരു സെൻസ് ഓഫ് ഇംഗ്ലീഷ് ഉണ്ടാക്കാൻ ഈ രണ്ട് കാര്യങ്ങൾ മതിയാകും. ഇത് വെച്ച് പിടിച്ച് നമ്മൾ കയറിക്കോണം. അപ്പോൾ നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ നൗൺസ് ഇംഗ്ലീഷിൽ എൻ്റെ സിംഗുലർ ഫോമിലാണ്. കാറ്റ്, നമ്മളത് എസ് ചേർക്കുമ്പോൾ കാറ്റ്സ് പ്ലൂറലാകും. മാംഗോ സിംഗുലർ, ഇ എസ് ചേർക്കുമ്പോൾ അത് പ്ലൂറലാകും. അപ്പോൾ ഒരു നൗൺ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അതിൻ്റെ സിംഗുലർ ഫോമിലാണ് ഇംഗ്ലീഷിൽ. എസ് അഥവാ ഇ എസ് ചേർക്കുമ്പോൾ അത് അതിൻ്റെ പ്ലൂറൽ ഫോമിൽ പോകും. ജസ്റ്റ് ദി ഓപ്പോസിറ്റ്, അതിന് തീർത്തും വിപരീതമാണ് വേർബിൻ്റെ റൂളുകൾ. സാധാരണഗതിയിൽ ഒരു വേർബ് അതിൻ്റെ പ്ലൂറൽ ഫോമിലാണ്. റൺ ഈസ് പ്ലൂറൽ, ഡു ഈസ് പ്ലൂറൽ. എന്നാൽ എസ് അഥവാ ഇ എസ് ചേർക്കുമ്പോൾ അത് അതിൻ്റെ സിംഗുലർ ഫോം എടുക്കും. അപ്പോൾ റൺ പ്ലൂറൽ, റൺസ് സിംഗുലർ, ഡു പ്ലൂറൽ, ഡസ് സിംഗുലർ. ഇത് രണ്ടും വ്യക്തമായി മനസ്സിലാക്കുക. ഇത് എന്തുകൊണ്ടാണ് നമുക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ മലയാളത്തിൽ ഇങ്ങനൊരു സംഭവമില്ല. വേർബിന് സിംഗുലാരിറ്റിയും പ്ലൂറാലിറ്റിയും ഇല്ല. നമുക്ക് നോക്കാം. നോക്കൂ, അവൻ വരുന്നു, അവൾ വരുന്നു, അവർ വരുന്നു. അവൻ ആയിട്ടും സബ്ജക്റ്റ് അവളായിട്ടും വരുന്നു എന്ന ക്രിയയ്ക്ക് വ്യത്യാസമില്ല. സബ്ജക്റ്റ് അവനായിട്ടും അവർ എന്ന പ്ലൂറൽ സബ്ജക്റ്റായിട്ടും വരുന്നു എന്ന ക്രിയയ്ക്ക് വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് അല്പം മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ട് വരും. കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രത്യേകതയാണ് എഗ്രിമെൻ്റ് ഓഫ് ദ വേർബ് വിത്ത് സബ്ജക്റ്റ്. എന്താണ് നമുക്ക് നോക്കാം. ലഡ്ക ആത്താ ഹേ, ലഡ്കി ആത്തി ഹേ. ലഡ്ക ആത്താ ഹേ, ലഡ്കി ആയപ്പോൾ ആത്തി ഹേ. അപ്പോൾ സബ്ജക്റ്റിന് ജെൻഡർ ഉള്ളതുപോലെ വേർബിനും ജെൻഡറുണ്ട്. സബ്ജക്റ്റ് പുല്ലിംഗമായപ്പോൾ വേർബ് ആത്താ ഹേ, സബ്ജക്റ്റ് സിംഗുലർ സ്ത്രീലിംഗമായപ്പോൾ ആത്തി ഹേ ആയി. ഇനി ലഡ്ക ലഡ്ക ആയപ്പോഴോ ആത്താ ഹേ ആത്തേ ഹേ ആയി. അപ്പോൾ ഹിന്ദിയിൽ സബ്ജക്റ്റിൻ്റെ സിംഗുലാരിറ്റിക്കും പ്ലൂറാലിറ്റിക്കും അനുസരിച്ചും സബ്ജക്റ്റിൻ്റെ ജെൻഡറിനനുസരിച്ചും വേർബിനും വ്യത്യാസമുണ്ട്. വേർബിനും ജെൻഡറുണ്ട്, വേർബിനും സിംഗുലാരിറ്റിയും പ്ലൂറാലിറ്റിയും ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ വേർബിന് ചേഞ്ചസ് സബ്ജക്റ്റിൻ്റെ സിംഗുലാരിറ്റിക്കും പ്ലൂറാലിറ്റിക്കും അനുസരിച്ച് മാത്രമേ ഉള്ളൂ, അല്ലാതെ ജെൻഡറിനനുസരിച്ചില്ല. ഹീ ഈസ് സിംഗുലർ, അപ്പോൾ കം എന്ന വേർബ് എന്താകണം? സിംഗുലർ ആകണം. കംസ്, എസ് ചേർത്താൽ സിംഗുലർ ആകും. ഷീ ഈസ് സിംഗുലർ, അപ്പോൾ കം അല്ല കംസ്. ദേ പ്ലൂറൽ, സോ കം മതി. ബിക്കോസ് ദേ പ്ലൂറൽ, സോ കം ഓൾസോ ഷുഡ് ടേക്ക് ഇറ്റ്സ് പ്ലൂറൽ ഫോം വിച്ച് ഇസ് കം ഇറ്റ് സെൽഫ്. ഇത് നിങ്ങൾ ദയവായി ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ വെച്ച് വേണം നമുക്ക് തുടർന്ന് മുൻപോട്ട് പോകാൻ. ഇനി നമുക്ക് ടെൻസിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു കോൺകോർഡ് വളരെ പ്രാഥമികമായി ഞാൻ സംസാരിച്ചു. ഇനി തുടർന്നുള്ള ധാരാളം ക്ലാസ്സുകൾ ഞാനും ഇതിനെക്കുറിച്ച് കൈകാര്യം ചെയ്യും, നിങ്ങൾ എൻ്റെ സഹാധ്യാപകനും കൈകാര്യം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ധാരണ ഇംഗ്ലീഷിലുണ്ടാക്കാൻ പറ്റും. ടെൻസുകൾ എന്ന് പറഞ്ഞാൽ കാലം 3 തരം: പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ദ ഫ്യൂച്ചർ ടെൻസ്. ഓരോ കാലത്തെയും ഓരോ ടെൻസിനെയും 4ആയിട്ടാണ് ഇംഗ്ലീഷിൽ സബ്ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമുക്ക് ഓരോന്നോരോന്നായി പഠിക്കാം. വളരെ സിമ്പിൾ. ഞാനൊരു മാത്തമാറ്റിക്കലി പ്രിസൈസ്, കണക്ക് പോലെ കൃത്യതയോടെ പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇക്വേഷൻ മോഡലിൽ പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. വളരെ സിമ്പിൾ. ഈ സ്ട്രക്ചേഴ്സ് എല്ലാം അറിയാമെങ്കിൽ ഇംഗ്ലീഷ് അറിയാമെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ശ്രദ്ധിക്കൂ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. എന്തൊക്കെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ യൂസേജസ്? ഈ 4 ഉപയോഗം മാത്രം. എന്താണ്? ടു എക്സ്പ്രസ് യൂണിവേഴ്സൽ ട്രൂത്ത്സ്, പ്രപഞ്ച സത്യങ്ങൾ പറയാൻ. ടു എക്സ്പ്രസ് ഫാക്ട്സ് ഇൻ ദ പ്രസൻറ്റ്, വർത്തമാനത്തെ കാലത്തിലെ ഫാക്റ്റുകൾ, സത്യങ്ങൾ പറയാൻ. 3 ഹെബിച്വൽ ആക്ഷൻസ്, നിരന്തരമായി നടക്കുന്ന, വർത്തമാനകാലത്തിൽ നിരന്തരമായി നടക്കുന്ന കാര്യങ്ങൾ പറയാൻ. ടു എക്സ്പ്രസ് ആക്ഷൻസ് ദാറ്റ് ആർ നോട്ട് ലിമിറ്റഡ് ബൈ ദ കൺസ്ട്രെയിൻസ് ഓഫ് ടൈം,
സമയത്തിന് പിടിച്ചു കെട്ടാനാകാത്ത ചില കാര്യങ്ങൾ പറയാൻ. ഈ 4 കാര്യങ്ങൾ പറയണമെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉണ്ടെങ്കിലേ പറ്റൂ. സിമ്പിൾ പ്രസന്റ് ടെൻസ് കൊണ്ട് ഈ 4 കാര്യങ്ങൾ പറയാനേ പറ്റൂ. അത്രയ്ക്ക് മാത്തമാറ്റിക്കലി പ്രിസൈസ് ആണ്. ശ്രദ്ധിക്കൂ, ഇതിൻ്റെ സ്ട്രക്ചർ എന്താണ്? ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റ് പ്ലസ് റൂട്ട് ഫോം ഓർ പ്ലെയിൻ ഫോം ഓഫ് ദ വെർബ് പ്ലസ് ദി റെസ്റ്റ്. അത് പാസീവ് ആകുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ് ഓർ ആർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് പ്ലസ് ദ റെസ്റ്റ്. അപ്പോൾ ഒന്നുകൂടെ നോക്കുക. To express universal truths, to express habitual actions, to express facts of the present, to express habitual actions of the present, and to express actions that are not limited by the constraints of time or which are perpetual in nature. നോക്കൂ, ആക്റ്റീവ് വോയിസിൽ ലുക്ക്, ദി സൺ സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് റൈസസ് ആയി. റൈസ് വിൽ ബിക്കം റൈസസ് ഇൻ ദ ഈസ്റ്റ് ഓർ ഇൻ ദ വെസ്റ്റ്, അത് ഡസൻ മാറ്റർ, അത് ഗ്രാമറിനെ ബാധിക്കുന്നില്ല. സോ സബ്ജക്റ്റ് പ്ലസ് plain form of the verb plus the rest. I am Jayakrishnan, it's a fact. I am Jayakrishnan, you are my students, it's a fact. അപ്പോൾ ഇതൊക്കെ പറയാൻ എന്ത് വേണം? സിമ്പിൾ പ്രസന്റ് ടെൻസിലേ പറ്റുള്ളൂ. നന്ദൻ ടേക്സ് എ കപ്പ് ഓഫ് കോഫി ഇൻ ദ മോർണിംഗ്. നന്ദൻ സബ്ജക്റ്റ്, ഹി സിംഗുലർ, സോ ടേക്സ് എ കപ്പ് ഓഫ് കോഫി ഇൻ ദ മോർണിംഗ്. എവറി ഡേ, എവറി ഡേ എന്ന് പറയുമ്പോൾ നിരന്തരമായി, എല്ലാ ദിവസവും. അത് പറയാൻ ഒറ്റ വഴിയേ ഉള്ളൂ, സിമ്പിൾ പ്രസന്റ് ടെൻസ്. സോ നന്ദൻ ടേക്സ് എ കപ്പ് ഓഫ് കോഫി ഇൻ ദ മോർണിംഗ്, എവറി ഡേ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓൺലി ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഐ ലവ് മൈ സ്റ്റുഡൻസ്, ഐ ലവ് മൈ സ്റ്റുഡൻസ്, ഐ സബ്ജക്റ്റ് പ്ലസ് ലവ്. ലുക്ക്, യു ആൻഡ് ഐ, യു ആൻഡ് ഐ, ഈ 2 സബ്ജക്റ്റുകളും ഒരാളെ ഉള്ളൂ. യു മീൻസ് ഒരാൾ, ഐ മീൻസ് ഒരാൾ, എങ്കിൽ കൂടെ ഇംഗ്ലീഷിൽ അതിനെ പ്ലൂറലായിട്ടാണ് എടുക്കുന്നത്. സോ ഐ ലവ് മൈ സ്റ്റുഡൻസ്. ഇതെല്ലാം ആക്റ്റീവ് വോയിസിൽ ഉള്ള സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി അതിൻ്റെ പാസീവ് വോയിസിൽ പോകാം. ലുക്ക്, എല്ലാ സബ്ജക്റ്റുകൾക്കും, എല്ലാ സെൻറ്റൻസുകൾക്കും പാസീവ് വോയിസ് ഇല്ല. ഒരു ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സബ്ജക്റ്റിനെ പാസീവായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദി സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ഈ സെൻറ്റൻസിൽ ഓബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ പാസീവ് വോയിസും ഇല്ല. ഐ ആം ജയകൃഷ്ണൻ, ഈ സെൻറ്റൻസിലും ഓബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ പാസീവ് വോയിസും പറയാൻ പറ്റില്ല. എന്നാൽ മൂന്നാമത്തെ സെൻറ്റൻസ് എടുക്കുക. നന്ദൻ ടേക്സ് എ കപ്പ് ഓഫ് കോഫി ഇൻ ദ മോർണിംഗ് എവറി ഡേ. അപ്പോൾ കപ്പ് ഓഫ് കോഫി എന്നതിനെ, ഓബ്ജക്റ്റിനെ ഞാൻ സബ്ജക്റ്റ് ആക്കി സംസാരിക്കുകയാണ്. എ കപ്പ് ഓഫ് കോഫി, അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. എ കപ്പ് ഓഫ് കോഫി ഇസ് ടേക്കൺ. നോക്കുക, സബ്ജക്റ്റ് പ്ലസ് ആം, ഇസ് ഓർ ആർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ടേക്ക്, ടുക്ക്, ടേക്കൺ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ബൈ ദ റെസ്റ്റ്, ബൈ നന്ദൻ എവറി ഡേ. I love my students, I love my students. ഞാൻ ഇവിടെ സ്റ്റുഡൻസ് എന്ന ഓബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കി മാറ്റുകയാണ്. മൈ സ്റ്റുഡൻസ് ആർ, നോക്കുക, സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ് ഓർ ആർ, സ്റ്റുഡൻസ് പ്ലൂറൽ, സോ ആർ, ലവ്ഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്, ലവ്, ലവ്ഡ്, ലവ്ഡ്, പ്ലസ് ദി റെസ്റ്റ്, ബൈ മീ. സോ മൈ സ്റ്റുഡൻസ് ആർ ലവ്ഡ് ബൈ മീ. I hope you have understood. Otherwise you go through the slides once again. Present continuous tense. Present continuous tense is used to express actions that are happening now. I am talking to you, you are listening to me, my students are listening to me. ഇതെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് എന്താ present continuous tense, to express actions that are happening now. Look, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ് ഓർ ആർ പ്ലസ് ing ഫോം, പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ഓർ ing ഫോം പ്ലസ് ദ റെസ്റ്റ്. ഇതാണ് ആക്റ്റീവ് വോയിസ്. ഇനി അതിനെ പാസീവ് ആക്കുമ്പോഴോ സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ് ഓർ ആർ പ്ലസ് ബീയിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് ദ റെസ്റ്റ്. ഈ സ്ട്രക്ചറൊക്കെ ഒന്ന് 2 തവണ എഴുതി പഠിക്കുക, നിങ്ങൾക്ക് വ്യക്തമായ ഹൃദയസ്ഥമാകും. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് ഗ്രാമർ. ഇംഗ്ലീഷ് ഗ്രാമർ ഈസ് ബീയിങ് ടോട്ട് ബൈ മീ. ലുക്ക്, സബ്ജക്റ്റ് ഐ വരികയാണെങ്കിൽ എപ്പോഴും ആമേ വരുള്ളൂ. ആം or is or are. I വരികയാണെങ്കിൽ am. Am is reserved for I am ing form, teaching English grammar. ഇവിടെ വരുമ്പോഴോ English grammar becomes a subject. English grammar is singular, so is being taught by me. Subject plus am, is or are, is plus being plus past participle. She is dancing. Subject plus auxiliary. She is singular, so is
dancing ing form. Look, ഇതിന് object ഇല്ല, അതുകൊണ്ട് തന്നെ passive voice ഇല്ല. Students are reading the newspaper. Students are reading the newspapers. Subject plus r, auxiliary plus ing form plus the rest. ഇനി ന്യൂസ്പേപ്പറിനെ സബ്ജക്റ്റ് ആക്കി തിരിച്ചു പറയുകയാണെങ്കിലോ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കുകയാണെങ്കിലോ the newspaper singular, so is being read by the students. The newspaper is being read by the students. ഇതാണ് സ്ട്രക്ചർ, ആക്റ്റീവ് വോയിസിൻ്റെയും പാസീവ് വോയിസിൻ്റെയും സ്ട്രക്ചർ. ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ സ്ട്രക്ചേഴ്സ് എല്ലാം ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ സ്ട്രക്ചേഴ്സും, ടെൻസിൻ്റെ കൂട്ടത്തിൽ പറയാൻ പോകുന്ന എല്ലാ സ്ട്രക്ചേഴ്സും മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ അറിയാം എന്ന് ഉറച്ചു വിശ്വസിക്കാം. ഇത് നിരന്തരമായി പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കി എടുക്കാമെങ്കിൽ യു വിൽ ഗോ മൈൽസ് അഹെഡ്, ഐ എം വെരി ഷുവർ. ഇനി നമുക്ക് നോക്കാം, ഐ ആം ലവിങ് യു, ഈ സെൻറ്റൻസ് ശരിയാണോ? ഐ ആം ഗോയിങ് ടു ഇംഗ്ലണ്ട് നെക്സ്റ്റ് ഇയർ, നമുക്കൊന്ന് ചെറിയ തോതിൽ അവലോകനം ചെയ്യാം. ലുക്ക്, ഇത് സ്ട്രക്ചറലി വളരെ കറക്റ്റാണ്. ഐ സബ്ജക്റ്റ് പ്ലസ് ആം ഓക്സിലറി പ്ലസ് ing പ്ലസ് റെസ്റ്റ്. ഐ ആം ലവിങ് യു ഈസ് സ്ട്രക്ചറലി കറക്റ്റ്, ബട്ട് ഗ്രാമാറ്റിക്കലി റോങ്. എന്താണ് കാര്യം നോക്കാം. ഐ ആം ലവിങ് യു ഈസ് റോങ്. പകരം നമുക്ക് എന്ത് പറയണം? ഐ ലവ് യു, ഐ ഹേറ്റ് യു, ഐ അണ്ടർസ്റ്റാൻഡ് യു, ഐ ബിലീവ് യു, ഐ ട്രസ്റ്റ് യു. നിങ്ങൾക്ക് ഐ ആം ബിലീവിങ് യു, ഐ ആം അണ്ടർസ്റ്റാൻഡിങ് യു, ഐ ആം ഹേറ്റിംഗ് യു, ഐ ആം ട്രസ്റ്റിംഗ് യു, ഐ ആം ലവിങ് യു, ഇങ്ങനെയൊന്നും പറയാൻ സാധ്യമല്ല, അത് തെറ്റാണ്. ഇത് ഗ്രാമറിനേക്കാൾ ഉപരി ആ വാക്കുകളുടെ പ്രശ്നമാണ്. ഈ ഹേറ്റ്, ലവ്, അണ്ടർസ്റ്റാൻഡ്, ബിലീവ്, ട്രസ്റ്റ്, സ്മെൽ, ഇതൊക്കെ കൊഗ്നൈറ്റീവ് വേർബ്സ് ആണ്. അത് വികാരങ്ങളെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസ് വാക്കുകളാണ്. അവയ്ക്കൊന്നും ing ഫോം കൊടുത്തുകൂടാ. നോക്കൂ, ഐ ആം സ്പീക്കിംഗ് ടു യു, ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് നിമിഷവും എനിക്ക് സംസാരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാം. ദിസ് ഈസ് എൻ ആക്ഷൻ ദാറ്റ് ഐ ഹാവ് ഗോട്ട് കൺട്രോൾ ഓവർ. ഞാൻ പറയുന്നത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് നിമിഷവും നിങ്ങൾക്ക് ശ്രവിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇന്ന് 10 മുതൽ 11 വരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ ഇന്ന് 5 മുതൽ 6 വരെ വെറുത്തുകൊണ്ടിരിക്കുന്നു എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ കൊഗ്നൈറ്റീവ് വേർബ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവ കാലത്തിന് അതീതമാണ്. ദേ ട്രാൻസെൻഡ് ദ ലിമിറ്റ്സ് ഓഫ് ടൈം. അത് കാലത്തിന് അതീതമായി പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ing ഫോം ഇല്ല, ഓർത്തിരിക്കുക. ഇനി ഐ ആം ഗോയിങ് ടു ഇംഗ്ലണ്ട് നെക്സ്റ്റ് ഇയർ. ഐ ആം ഗോയിങ് ടു ഇംഗ്ലണ്ട് നെക്സ്റ്റ് ഇയർ എന്താണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഐ ആം ടോക്കിംഗ് ടു യു, ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. യു ആർ ലിസണിങ് ടു മീ, ഐ ആം ടീച്ചിങ് യു, യു ആർ ലേണിംഗ് നൗ. ഇതെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഐ ആം ഗോയിങ് ടു ഇംഗ്ലണ്ട് നെക്സ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആശയഭ്രമം ഉണ്ടാകും. എന്താണ് ഇത്, ശരിയാണോ തെറ്റാണോ? ഇത് ഇംഗ്ലീഷിൽ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ഐ ആം ഗോയിങ് ടു ഇംഗ്ലണ്ട് നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഐ ആം കണ്ടംപ്ലേറ്റിംഗ് ഗോയിങ് ടു ഇംഗ്ലണ്ട് നെക്സ്റ്റ് ഇയർ എന്നാണ് അർത്ഥം. ഞാൻ അടുത്ത കൊല്ലം ഇംഗ്ലണ്ടിൽ പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ഇംഗ്ലീഷിൽ അംഗീകരിക്കപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ ശരിയാണ്. ഐ ആം ഗോയിങ് ടു ഇംഗ്ലണ്ട് നെക്സ്റ്റ് ഇയർ ഈസ് structurally and grammatically correct. I am loving you is structurally correct but grammatically wrong. മനസ്സിലാക്കുക. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ലിസൺ, ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമുക്ക് പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. കാരണം ഇത്തരമൊരു ടെൻസ് മലയാളത്തിൽ ഇല്ല. ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. താങ്കൾ എപ്പോഴാണ് വന്നത്? ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഇപ്പോൾ വന്നതേ ഉള്ളൂ. I just came now is wrong. പലപ്പോഴും നമ്മൾ ഈ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇത് പറയണം, ഐ ജസ്റ്റ് കെയിം നൗ. ആശയം കൺവേ ചെയ്യപ്പെടും, ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ, ഐ ജസ്റ്റ് കെയിം, ബട്ട് ഇറ്റ് ഈസ് ടെറിബിളി റോങ് ഇൻ ഇംഗ്ലീഷ്. പകരം ഐ ഹാവ് ജസ്റ്റ് കം നൗ, ഐ ഹാവ് ജസ്റ്റ് കം നൗ. ശ്രദ്ധിക്കൂ, എന്താണ് നോക്കാം. ടു എക്സ്പ്രസ് ആക്ഷൻസ് ദാറ്റ് ഹാവ് ജസ്റ്റ് ടേക്കൺ പ്ലേസ്, ഇപ്പോൾ നടന്ന കാര്യം പറയാൻ. 2, ടു എക്സ്പ്രസ് എ ഡ്യൂറേഷൻ ഓഫ് ടൈം ഇൻ ദ പാസ്റ്റ്. 3, സിൻസ് എ ടൈം ഇൻ ദ പാസ്റ്റ്. 3, ടു എക്സ്പ്രസ് എൻ ആക്ഷൻ ദാറ്റ് ഹസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് ബട്ട് ദ ഇഫക്റ്റ് ഓഫ് ആക്ഷൻ ഇസ് നൗ. ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ടു എക്സ്പ്രസ് എൻ ആക്ഷൻ ദാറ്റ് ഹസ് ജസ്റ്റ് ടേക്കൺ പ്ലേസ്, ഇപ്പോൾ നടന്നൊരു ആക്ഷൻ
പറയാൻ. To express the duration since a point of time in the past. 3. The action happened in the past but the effect of action is now. Structure ഒന്ന് നോക്കൂ. Subject plus has or have. Subject singular ആണെങ്കിൽ has. Subject plural ആണെങ്കിൽ have. Past participle form of the verb plus the rest. ഇതാണ് active voice. Passive voice ആകുമ്പോൾ subject plus has or have plus been plus past participle from the rest and the rest. ഇതാണ് structure. നമുക്കിനി ഇതെന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. I have just finished my work. I just finished my work is terribly wrong, but I should say I have just completed my work. If you have just completed your work, you have to say you have just completed your job, not say I just completed my job. I have taught you English grammar for an hour now. നോക്കുക, ഇതാണ് രണ്ടാമത്തെ use. To express an action since a point of time in the past. ഞാൻ നിങ്ങളെ കഴിഞ്ഞ അരമണിക്കൂറായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. I teach you for half an hour now. Wrong. I am teaching you for half an hour now. Wrong. പകരം ഞാൻ എന്ത് പറഞ്ഞു? I have taught you for half an hour now. ഇപ്പോൾ 4 മണി, ഞാൻ 3 മണി മുതൽ പഠിപ്പിക്കുകയാണ്. I have taught you since 3 o'clock. I have taught you since 3 o'clock എന്ന് പറഞ്ഞാൽ 3 മണി, a time point of time in the past up to now. For the past 25 years I have taught or I have been teaching students for bank recruitment examinations. അപ്പോൾ 25 കൊല്ലം മുതൽ ഇപ്പോൾ വരെ, since 1995 I have been teaching students for bank recruitment exams or I have taught students for bank recruitment exam. അപ്പോൾ ഒരു past ടൈമിൽ നിന്ന് ഇപ്പോൾ വരെ പറയണമെങ്കിൽ present perfect എന്ന ടെൻസ് കൊണ്ടുവന്നേ പറ്റൂ. അത് പലപ്പോഴും present perfect ആകാം, simultaneously present perfect continuous tense ആകാം. നോക്കുക, I have just finished my work. പാസീവ് ആക്കുമ്പോഴോ my work has been finished just now. I have taught you English grammar for an hour now. English grammar singular, so has been taught by me for an hour now. ഓർക്കുക, ഇത് പറയാൻ present perfect tense മാത്രമേ ഉള്ളൂ. പാസ്റ്റിൽ തുടങ്ങി ഇപ്പോൾ വരാൻ, ഇപ്പോൾ വരെ. 2 ഇപ്പോൾ നടന്നൊരു കാര്യം. 3 action happened in the past but the effect of action is now. Prem Nazir has acted in more than 700 movies in lead roles. Prem Nazir has acted. Prem Nazir has acted. Look, he acted in the past. He is no more. അദ്ദേഹം അഭിനയിച്ചത് വർഷങ്ങൾക്ക് മുൻപാണ്. ഞാനിപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഓർമ്മ പോലെ സംസാരിക്കുന്നു, ഓർമ്മക്കുറിപ്പായി നിങ്ങളോട് സംസാരിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ഞാനത് റിക്കോൾ ചെയ്യാണ്. പ്രേം നസീർ ആക്റ്റഡ് ഇൻ more than 700 movies in the lead role. അതിനേക്കാൾ നല്ലത് പ്രേം നസീർ ഹാസ് ആക്റ്റഡ്. അദ്ദേഹം ആക്ട് ചെയ്തത് പാസ്റ്റിലാണ്, പഴയ കാലത്താണ്. പക്ഷേ ആ മെമ്മറി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഹി ഹാസ് ആക്റ്റഡ് ഇൻ more than 700 movies in lead roles. ഇതാണ് പെർഫെക്റ്റ് ടെൻസിൻ്റെ, ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഉപയോഗം. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും ഓൾമോസ്റ്റ് സിമിൾട്ടേനിയസ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ചില അവസരങ്ങളിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും കുറച്ചുകൂടെ ഭംഗി. ഐ ഹാവ് ബീൻ ടീച്ചിങ് യു ഫോർ an hour now. ഞാൻ നിങ്ങളെ 1 മണിക്കൂറായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ ടീച്ചിങ് യു, ഐ സബ്ജക്റ്റ് പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing, subject plus has or have plus been plus present participle plus the rest. ഈ ടെൻസിന് പാസീവ് വോയിസ് ഇല്ല. സോ നമ്മളിപ്പോൾ പ്രസൻറ്റ് ടെൻസ് പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ആക്റ്റീവ് വോയിസ് നോക്കൂ. ഐ ഹാവ് ബീൻ ഈറ്റിംഗ് an apple. An apple has been eaten by me എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് പാസീവ് വോയിസ് ഇല്ല. An apple has been eaten by me എന്നേ പറയാൻ പറ്റുള്ളൂ. അതെന്താണ്? അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇൻ ദ പാസീവ് വോയിസ്. അപ്പോൾ ഈ ടെൻസിന്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് പാസീവ് വോയിസ് ഇല്ല. സുമൻ ഹാസ് ബീൻ പ്രിപ്പയറിംഗ് ഫോർ എ ഗവൺമെൻറ് ജോബ് സിൻസ് ഹി ലെഫ്റ്റ് ദി കോളേജ്. അദ്ദേഹം കോളേജിൽ നിന്ന് പുറത്തിറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ എന്നാണ് അർത്ഥം. സുമൻ ഹാസ് ബീൻ പ്രിപ്പയറിംഗ് ഫോർ എ ഗവൺമെൻറ് ജോബ് സിൻസ് ഹി ലെഫ്റ്റ് ദി കോളേജ്. നോക്കുക,
What's the difference between what are you doing there and what have you been doing there? ഈ സെൻറ്റൻസിൻ്റെ അർത്ഥവ്യത്യാസം അറിയാമെങ്കിൽ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ കൺവേ ചെയ്യാൻ പറ്റും. നോക്കൂ, what are you doing there? What have you been doing there? What are you doing there എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇൻറ്റൻഡഡ് മീനിങ് ഇതാണ്, അവിടെ എന്ത് ആക്ഷനാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് എൻ്റെ കൺസേൺ. ഇനി വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് ദെയർ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു സമയവും കൂടെ അതിനകത്ത് സന്നിവേശിപ്പിക്കുകയാണ്. വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് ദെയർ മീൻസ് അവിടെ കുറച്ച് നേരമായി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ട് ആർ യു ഡൂയിങ് ദെയർ എന്ന് ഞാൻ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്നാൽ വാട്ട് ഹാവ് യു ബീൻ ഡൂയിങ് ദെയർ എന്നാണ് ചോദിക്കുന്നതെങ്കിലോ കുറച്ച് നേരമായി ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അർത്ഥവ്യത്യാസം വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിലേക്ക് പോകാം. ആദ്യം സിമ്പിൾ പാസ്റ്റ് ടെൻസ്. രണ്ട് ഉപയോഗങ്ങൾ. എക്സ്പ്രസ് ഫാക്ട്സ് ഓഫ് ദി പാസ്റ്റ് ടു എക്സ്പ്രസ് ഹാബിച്വൽ ആക്ഷൻസ് ഓഫ് ദി പാസ്റ്റ്. ഐ സ്റ്റഡീഡ് ഇൻ ഇംഗ്ലണ്ട്. ഞാൻ ഇംഗ്ലണ്ടിലാണ് പഠിച്ചത്. ഐ സ്റ്റഡീഡ് ഇൻ SMV ഹൈസ്കൂൾ ട്രിവാൻഡ്രം. ഞാൻ തിരുവനന്തപുരം SMV ഹൈസ്കൂളാണ് പഠിച്ചത്. ഇത് എ ഫാക്ട് ഓഫ് ദി പാസ്റ്റ് ആണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റുള്ളൂ? അത് നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ടു എക്സ്പ്രസ് ഹാബിച്വൽ ആക്ഷൻസ് ഓഫ് ദി പാസ്റ്റ്. പണ്ട് നമ്മൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് 9:30 മണിക്കാണ് എല്ലാ ദിവസവും. ഇപ്പോഴല്ല, പണ്ട്. അത് ഹാബിച്വൽ ആക്ഷൻ എല്ലാ ദിവസവും. സോ അത് പറയാൻ എന്ത് വേണം? സിമ്പിൾ പാസ്റ്റ് ടെൻസ് അല്ലാതെ മറ്റൊരു നിവർത്തിയില്ല. I went to school at 9:30 every day. I went to school or I used to go to school. അതും എന്താണ്? സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ഉപയോഗമില്ലാതെ നിങ്ങൾക്കൊരു പാസ്റ്റ് ഹാബിറ്റ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ പാസ്റ്റ് ഫാക്റ്റും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. സ്ട്രക്ചർ ഞാൻ എഴുതിയിട്ടുണ്ട്. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ദ റെസ്റ്റ്. അതുപോലെ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് പാർട്സ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് പ്ലസ് ദ റെസ്റ്റ്. അതാണ് പാസീവ് ഫോം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസ്, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ സ്ട്രക്ചർ. ഇതൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക. ഞാൻ തീർച്ചയായിട്ടും നോട്ടായിട്ട് തരുന്നുണ്ട്. അത് എഴുതിയെടുത്ത് വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുക. രാം ate an apple. Indian cricketers performed well. I went to school at 9:30 every day. ഇതാണ് ആക്റ്റീവ് വോയിസിലുള്ള എക്സാമ്പിൾസ്. ഇനി എൻ്റെ പാസീവ് ഫോം നോക്കാം. Ram ate an apple. An apple becomes a subject. An apple is singular, so was. An apple was eaten by Ram. നോക്കൂ, ഈ രണ്ട് സെൻറ്റൻസിനും ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് പെർഫോംഡ് വെൽ, അതിന് ഓബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് പാസീവ് വോയിസ് ഇല്ല. ഐ വെൻറ്റ് ടു സ്കൂൾ അറ്റ് 9:30 എവറി ഡേ, അതിന് ഓബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ പാസീവ് വോയിസ് ഇല്ല. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത പ്രോഗ്രസ് ചെയ്തിരുന്ന കാര്യങ്ങൾ പറയാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ടു എക്സ്പ്രസ് an action that was progressing in the past. നോക്കൂ, that was progressing, അത് തന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ing പ്ലസ് ദ റെസ്റ്റ്. പാസീവ് വാക്കാണെങ്കിലോ സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ബീയിങ് പ്ലസ് പാർട്ടിസിപ്പിൾ പ്ലസ് ദ റെസ്റ്റ്. ഈ സ്ട്രക്ചർ ഓർത്തിരിക്കുക, അത്ര തന്നെ, വളരെ സിമ്പിൾ. എന്നിട്ട് നിങ്ങൾ നിരന്തരമായി പത്രം വായിക്കുമ്പോൾ ഒരു 10-15 സെൻറ്റൻസുകൾ അവിടെ ഇവിടെയും എടുക്കുക. ഇതിൻ്റെ ടെൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു എക്സസൈസ് നിങ്ങൾ നിരന്തരമായി ഒരു 2-3 മാസം ചെയ്യാമെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് തീർത്തും ശോഭനമാകും, ഉറപ്പു തരുന്നു. നീന വാസ് ഡാൻസിങ്. ഈ സെൻറ്റൻസിന് ഒരു ഓബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ അതിന് പാസീവ് വോയിസ് ഇല്ല. Those friends were eating apples. Apples were being eaten by those friends. Subject apples plural, അതുകൊണ്ട് were I, being plus eaten past participle by those friends. Those apples were being eaten by those friends. ഇതാണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. നോക്കൂ, ഇതൊക്കെ പലപ്പോഴും ഇംഗ്ലീഷിൽ സാധാരണ ഉപയോഗത്തിൽ മിസ്റ്റേക്ക് വരുന്ന കാര്യങ്ങളാണ്. എന്തിനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്? പാസ്റ്റിൽ നടന്ന 2 കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടി വരുന്നു. അതിൽ ഒരു കാര്യം മറ്റു കാര്യത്തേക്കാൾ പിന്നിലാണ് നടന്നത്.
അങ്ങനെയെങ്കിൽ മാത്രമേ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാവൂ. അവിടെയൊക്കെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിച്ചേ പറ്റൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു, കൗണ്ടറിൽ എൻക്വയറി ചെയ്തു. I went to the railway station and enquired at the counter. അവിടെ ടൈം ലാഗ് ഇല്ല. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു, എൻക്വയറി ചെയ്തു. അവിടെ എനിക്ക് ടൈം ലാഗ് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് രണ്ടും ഒരേ ടെൻസാണ്. ഒരേ കാലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ ഒരേ ടെൻസ് മതി. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കൗണ്ടറിൽ എൻക്വയറി ചെയ്തപ്പോൾ കൗണ്ടർ ക്ലാർക്ക് എൻ്റെ അടുത്ത് പറയാണ്, വേണാട് എക്സ്പ്രസ് 1 മണിക്കൂർ മുമ്പേ പോയിരുന്നു. അപ്പോൾ നമുക്കൊരു ചലഞ്ച് വരികയാണ്. എന്താണ്? നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നൊരു കാര്യം ചോദിക്കുമ്പോൾ കൗണ്ടർ ക്ലാർക്ക് മറുപടി പറയുന്നു, അതുവരെ ടൈം ലാഗ് ഇല്ല, ഒരു ടെൻസ് മതി. അദ്ദേഹം എന്താ പറഞ്ഞത്? വേണാട് എക്സ്പ്രസ് 1 മണിക്കൂർ മുൻപേ പോയിരുന്നു. അവിടെ ഒരു ചലഞ്ചാണ്. അത്തരം സന്ദർഭത്തിലാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ടി വരുന്നത്. നമുക്ക് നോക്കാം ആദ്യം സ്ട്രക്ചർ. ദാറ്റ് വെൻ 2 actions happen in the past in succession to express the first action. 2 പാസ്റ്റ് ആക്ഷൻ ഒന്നിന് പിറകെ ഒന്നായി സംഭവിക്കുമ്പോൾ ഇതിൽ ആദ്യത്തെ ആക്ഷൻ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. സ്ട്രക്ചർ നോക്കുക. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് ദ റെസ്റ്റ്. അത് പാസീവ് ആക്കുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് ദ റെസ്റ്റ്. നോക്കാം. ഓക്കെ, ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സെൻറ്റൻസിലേക്ക് കിടക്കാം ആദ്യം. അതിനുശേഷം നമുക്ക് ഈ എക്സാമ്പിൾസ് നോക്കാം. വെൻ ഐ വെൻറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ and enquired at the counter clerk told me. When I reached the railway station and enquired at the counter clerk told me. ഇതെല്ലാം സിമ്പിൾ പാസ്റ്റിലാണ്. എന്തുകൊണ്ട്? ഇതിലൊന്നും സമയവ്യത്യാസം ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. എല്ലാം സിമിൾട്ടേനിയസ്ലി സംഭവിച്ചതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരേ കാലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ ഒരേ ടെൻസ് മതി. When I reached the railway station and enquired at the counter clerk told me that the Verb Express had gone 1 hour before. The Verb Express had gone 1 hour before. അതെന്താണ്? ഞാൻ ഈ ചോദിച്ചതിനും 1 മണിക്കൂർ മുൻപേ നടന്നൊരു കാര്യമാണ്. അത് അദ്ദേഹം എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എന്ത് ഡബിൾ പാസ്റ്റ് പറയേണ്ടത്. So when I went to the railway station and inquired at the information counter, the officer concerned informed me that the Verb Express had left the station 1 hour before. നോക്കൂ, when I reached her home she had finished her lessons. ഇത് കേൾക്കുമ്പോൾ ഓർക്കണം, ഞാൻ അവളുടെ വീട്ടിൽ ചെന്നത് പാസ്റ്റിലാണ്. അതിനു മുൻപേ she had finished her lessons. ആ സമയവ്യത്യാസം കുറിക്കാനാണ് had finished പറയുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ് പറയുന്നത്. When the police reached the spot, the thief had left the scene. പോലീസ് സ്പോട്ടിലെത്തിയപ്പോൾ തീഫ് ഓടിപ്പോയി. എങ്ങനെ പറയണം? When the police reached the spot, the thief ran away. പോലീസ് വന്നു, കള്ളൻ ഓടി. പോലീസ് വന്നപ്പോൾ കള്ളൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിലോ when the police came, the thief was running. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി പോലീസ് വന്നപ്പോൾ കള്ളൻ അതിന് മുമ്പേ പോയിരുന്നു. അങ്ങനെയെങ്കിലോ when the police arrived the spot, the thief had left. ഈ സെൻറ്റൻസ് കാണുമ്പോൾ ഓർത്തോണം, the thief had left എന്ന് കാണുമ്പോൾ ഓർത്തോണം, അതിന് മുമ്പുള്ളൊരു ആക്ഷൻ എന്താണ്? the police reached the spot. അതിന് മുൻപെയാണ് the thief had left എന്നത് സംഭവിച്ചിരിക്കുന്നത്. പാസീവ് വോയിസ്. when I reached her home, her lessons had been finished by her. her lessons, ഇവിടെ ഞാൻ എന്ത് ചെയ്തു? she had finished her lessons ഉള്ളത് പാസീവിലാക്കി. her lessons had been finished by her. രണ്ടാമത്തെ സെൻറ്റൻസ് no object, no passive voice. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇതൊക്കെ വളരെ റെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെൻസുകളാണ്. എങ്കിൽ കൂടെ നമുക്ക് പഠിക്കാം. when 2 past actions take place within a span of time from an early past time to a latter past time, it can only be expressed in the past perfect continuous tense. ഇതിനും നോക്കുക, പാസീവ് വോയിസ് ഇല്ല. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ പ്ലസ് ദി റെസ്റ്റ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. when I reached her home, she had been dancing for an hour then. ഞാൻ അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ 1 മണിക്കൂറായി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കൂ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ ഡാൻസ് ചെയ്തു. അങ്ങനെയാണെങ്കിലോ രണ്ടും ഒന്നിച്ച് നടന്ന കാര്യം. when I reached her home, she danced. രണ്ടും സിമ്പിൾ പാസ്റ്റ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വേറെ ആക്ഷൻ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
എന്ത് വേണം? When I reached her home, simple past. She was dancing and action was progressing, past continuous tense. ഇനി എനിക്ക് സമയവും കൂടെ കൊണ്ടുവരണം. ഞാനവിടെ ചെന്നപ്പോൾ 1 മണിക്കൂറായി, അതിനും 1 മണിക്കൂർ മുമ്പേ തുടങ്ങി, അപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയണമെങ്കിൽ എന്ത് വേണം? ഡബിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടായേ പറ്റുള്ളൂ. When I reached her home, she had been dancing for an hour then. Ram had been working with the Tata Motors from 2000 to 2018. Today I am speaking in 2020. 2020 ഞാൻ സംസാരിക്കുകയാണ്. 2000 മുതൽ 2018 വരെ 2 പാസ്റ്റ് ഈവൻറ്റ്, ആ ടൈം ആണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. ഡബിൾ പാസ്റ്റ് ഇല്ലാതെ പറ്റില്ല. പാസ്റ്റ് പെർഫെക്റ്റ് ഓർ പ്രയർ പാസ്റ്റ് ഓർ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇല്ലാതെ പറ്റില്ല. Ram had been working with the Tata Motors from 2000 to 2008. So I am very sure you understood it. ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിലേക്ക് കിടക്കാം. ഫ്യൂച്ചർ ടെൻസിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ റെഗുലർ വേർബ്സും മോഡൽ വേർബ്സിനെ കുറിച്ചും ഒന്ന് മനസ്സിലാക്കണം. റെഗുലർ വേർബ്സ് ആണ് ഇസ് ആൻഡ് ആം, was, were, has, have, had, ഇതൊക്കെ കുറച്ച് ഉദാഹരണങ്ങൾ. എന്നാൽ മോഡൽ ഓക്സിലറീസ് can, could, should, ought to, may, might, shall, will ഇവയൊക്കെ മോഡൽ ഓക്സിലറീസ് ആണ്. എന്താണ് ഈ മോഡൽ ഓക്സിലറീസ്? ശ്രദ്ധിക്കുക. കപ്പാസിറ്റിയെ കുറിക്കുന്നത്, പോസിബിലിറ്റിയെ കുറിക്കുന്നത്, ഓബ്ലിഗേഷനെ കുറിക്കുന്നത്. കപ്പാസിറ്റി, ഐ ക്യാൻ റൺ 100 meters in 11 seconds. ഐ ക്യാൻ റൺ 100 meters. ഇനി പണ്ടായിരുന്നെങ്കിലോ ഐ കുഡ് റൺ 100 meters in 11 seconds. You ought to study. You ought to study. അത് ഒരു ഓബ്ലിഗേഷൻ ആണ്. ഇനി it might rain, it may rain, അതൊരു പോസിബിലിറ്റി ആണ്. അപ്പോൾ പോസിബിലിറ്റി, ഓബ്ലിഗേഷൻ, കപ്പാസിറ്റി എന്നിവയെ സൂചിപ്പിക്കുന്ന ഓക്സിലറികളാണ് നമ്മൾ മോഡൽ ഓക്സിലറീസ് എന്ന് വിളിക്കുന്നത്. ഇത് ആദ്യം മനസ്സിലാക്കുക ഫ്യൂച്ചർ ടെൻസിലേക്ക് പോകുന്നതിന് മുമ്പേ. ഫ്യൂച്ചർ ടെൻസസ് സബ്ജക്റ്റുകളെ ജനറലി 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺസ്, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺസ്. ഫസ്റ്റ് പേഴ്സൺസ് എന്ന് പറയുന്നത് വി ആൻഡ് ഐ, സെക്കൻഡ് പേഴ്സൺ യു, തേർഡ് പേഴ്സൺസ് എനി അതർ. ഈ രണ്ട് ഗണത്തിലും പെടാത്തവരെല്ലാം തേർഡ് പേഴ്സൺ. മൈ ഫ്രണ്ട്, മൈ പെറ്റ് ഡോഗ്, ദി ഓഫീസർ ഇൻ ചാർജ്, എന്ത് തന്നെ ആവട്ടെ, ആൻ ആപ്പിൾ, എന്ത് തന്നെ ആവട്ടെ. സോ ഈ 3 ഗണത്തിലും വി ഐ ആൻഡ് യു ഇതിൽ പെടാത്ത എല്ലാവരെയും നമുക്ക് എനി അതർ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. എന്താണെന്ന് നോക്കൂ. ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ ജനറലി ഷാലെ യൂസ് ചെയ്യാവൂ. വെൻ ഓൺലി യു റിക്വയർ ആൻ എംഫാസിസ് യൂസ് വിൽ. ഞാൻ നാളെ താങ്കളുടെ വീട്ടിൽ വരാം, ഐ വിൽ കം ടു യുവർ ഹോം ടുമോറോ എന്ന് പറയരുത്. പകരം ഐ ഷൽ കം ടു യുവർ ഹോം ടുമോറോ എന്നേ പറയാവൂ. ഐ ഷൽ കം ടു യുവർ ഹോം ടുമോറോ. ഐ സ്വെയർ ഐ വിൽ കം ടു യുവർ ഹോം. അവിടെ നിങ്ങൾ വിൽ യൂസ് ചെയ്യണം. എവിടെയാണോ എംഫാസിസ് വേണ്ടത് അപ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, നിങ്ങൾ വിൽ യൂസ് ചെയ്യാവുള്ളൂ. അത് ശീലിക്കുക, പറഞ്ഞു ശീലിക്കുക. ഐ ഷൽ ഡു ദാറ്റ് ഫോർ യു, ഐ ഷൽ ഡു ദാറ്റ് ഫോർ യു, ഐ പ്രോമിസ് ഐ വിൽ ഡു ഇറ്റ് ഫോർ യു. അവിടെ നമ്മളുടെ ഇൻറ്റൊണേഷൻ, നമ്മളുടെ സ്വരവിന്യാസം മാറണം. ഐ പ്രോമിസ്, ഹിയർ ഐ എം മേക്കിംഗ് എ പ്രോമിസ്, ഐ പ്രോമിസ് ഐ വിൽ ഡു ഇറ്റ് ഫോർ യു. അതർവൈസ് ഐ ഷുഡ് സേ ഐ ഷൽ ഡു ഇറ്റ് ഫോർ യു. നോക്കുക, നേരെ തിരിഞ്ഞു വരും സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണും കൂടെ. നോർമൽ സർക്കംസ്റ്റാൻസസിൽ വിൽ യൂസ് ചെയ്യുക. wherever you require emphasis use shall. ഇതൊക്കെ എന്നേക്കുമായി പഠിച്ച് മനസ്സിൽ കരുതുക. Simple future tense to express future actions. I shall come to your home tomorrow. I will definitely help you. നോക്കൂ, subject plus shallow will plus plain form, root form of the verb plus the rest. അത് passive voice ആകുമ്പോൾ subject plus shallow will plus be plus past participle plus the rest. ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ എഴുതി 1-2 തവണ എഴുതി പഠിച്ച് മനസ്സിലാക്കുക. I shall visit your home tomorrow. I shall visit your home tomorrow. I swear I will help you. Passive voice. Your home will be visited by me tomorrow. Look, your home in ഞാൻ ഇവിടെ സബ്ജക്റ്റ് ആക്കി. Your home will be visited. I swear I will help you. ഇതിനൊരു ഓബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ പാസീവ് വോയിസ് ഇല്ല. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചറിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാൻ. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. To express an action that will be progressing in the future,
subject plus shallow will plus be plus present participle. നോക്കുക, ഈ ടെൻസിന് പാസീവ് വോയിസ് ഇല്ല. When I reach her home, Nina will be dancing. Nina will be dancing, and the action of Nina dancing will be progressing. Nina will be dancing. When I reach her home, Nina will be dancing. By the time you reach my home, I shall be playing chess. By the time you reach my home, I shall be playing chess. Listen, ഈ ഒരു ഇത്തരണത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ജനറലി ഈ ഫ്യൂച്ചർ ടെൻസിൻ്റെ ഉപയോഗം മോഡേൺ ഇംഗ്ലീഷിൽ കുറഞ്ഞു വരികയാണ് എന്ന് പറയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു ഐ ആം ഗോയിങ് ടു ഇംഗ്ലണ്ട് നെക്സ്റ്റ് ഇയർ. യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത്? ഐ വിൽ ബി ഗോയിങ് ടു ഇംഗ്ലണ്ട് നെക്സ്റ്റ് ഇയർ എന്നാണ് പറയേണ്ടത്. പക്ഷേ ഐ ആം ഗോയിങ് ടു ഇംഗ്ലണ്ട് നെക്സ്റ്റ് ഇയർ എന്നത് ഇംഗ്ലീഷിൽ അംഗീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ പൊതുവിൽ പലപ്പോഴും ഫ്യൂച്ചർ ടെൻസിൽ പറയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറഞ്ഞു തീർക്കുന്ന ഒരു രീതി ഇംഗ്ലീഷിൽ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അത് അക്സെപ്റ്റ് ചെയ്തും വരികയാണ്. അത് ഗ്രാമാറ്റിക്കലിയും സ്റ്റൈലിയും കറക്റ്റുമാണ്. അത് നമുക്ക് വരും ദിവസങ്ങൾ കൂടുതലായി ഡിസ്കസ് ചെയ്യാം. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. To express an action that will have completed in the future, that will have been completed in the future. Listen, subject plus shall or will plus have plus past participle plus the rest. Passive ആക്കുമ്പോൾ subject plus will, shall or will plus have plus been plus participle, past participle plus the rest. When I reach her home, she will have finished her homework. When I reach her home, she will have finished her homework. She will have finished. ഇതാണ് നമ്മളുടെ ടെൻസ്. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് ദ റെസ്റ്റ്. വെൻ ഐ റീച്ച് ഹർ ഹോം, ഹർ ഹോംവർക്ക് വിൽ ഹാവ് ബീൻ ഫിനിഷ്ഡ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? സെക്കൻഡ് പാർട്ടിൽ ഷീ വിൽ ഹാവ് ഫിനിഷ്ഡ് ഹർ ഹോംവർക്ക്. ഇതിൽ ഹോംവർക്കിന് ഹർ ഹോംവർക്ക് ഇസ് റിട്ടൺ ആസ് ദ സബ്ജക്ട്. വെൻ ഐ റീച്ച് ഹർ ഹോം, ഹർ ഹോംവർക്ക് വിൽ ഹാവ് ബീൻ ഫിനിഷ്ഡ് ബൈ ഹർ ഓർ വാട്ട് എവർ ഇറ്റ് ബി. സോ ഇതാണ് പാസീവ് വോയിസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, മൈൻഡ് യു, ഇതെല്ലാം വളരെ വളരെ റെയറായി മാത്രം ഉപയോഗിക്കുന്ന ടെൻസുകളാണ്. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് വിൽ ഹാവ് ബീൻ പ്രോഗ്രസിംഗ് ഇൻ ദ ഫ്യൂച്ചർ. ലുക്ക്, സബ്ജക്ട് പ്ലസ് ഷാൽ ഓർ വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ പ്ലസ് ദ റെസ്റ്റ്. ഇതിനും പാസീവ് വോയിസ് ഇല്ല. വെൻ ഐ റീച്ച് എ ഹോം, ഷീ വിൽ ഹാവ് ബീൻ ഡാൻസിങ് ഫോർ എൻ അവർ. നോക്കുക, ഒരു മണിക്കൂറായി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ അവളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ, അതെന്ത് ടെൻസാണ്? ഞാൻ അവളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ, അത് ഫ്യൂച്ചർ ആണെങ്കിലും അത് വെൻ ഐ റീച്ച് എ ഹോം, ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലേ പറയാവുള്ളൂ. ഇതൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ പറഞ്ഞു തരാം. നീ എന്നെ ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ വരാം. ഇഫ് യു ഇൻവൈറ്റ് മീ ഐ ഷാൽ കം. നീ എന്നെ ക്ഷണിക്കുകയാണെങ്കിൽ, ഇഫ് യു വിൽ ഇൻവൈറ്റ് മീ ഐ ഷാൽ കം ഈസ് റോങ്. ഇഫ് യു ഇൻവൈറ്റ് മീ ഐ ഷാൽ കം. അപ്പോൾ രണ്ട് ഫ്യൂച്ചർ ഇവൻറ്റ്സ് പറയുമ്പോൾ മെയിൻ ക്ലോസ് എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസിലേ പറയാവുള്ളൂ. ഇതൊക്കെ ധാരാളം എക്സാമ്പിളുകൾ ഉന്നയിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും. വെൻ ഐ റീച്ച് ഹർ ഹോം, ഞാൻ അവളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ, ഷീ വിൽ ഹാവ് ബീൻ ഡാൻസിങ് ഫോർ എൻ അവർ. ഷീ വിൽ ഹാവ് ബീൻ ഡാൻസിങ് ഫോർ എൻ അവർ. നോക്കൂ, ഞാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, കാലത്തിന് അതീതമായത് സിമ്പിൾ പ്രസന്റ് ടെൻസിലേ പറയാൻ പറ്റുള്ളൂ. ഐ നോ യു, ഐ അണ്ടർസ്റ്റാൻഡ് യു, ഐ ലവ് യു, ഇതെല്ലാം ഇതുപോലൊരു കാര്യമാണിത്. നോക്കൂ, വെൻ ഐ റീച്ച് ഹർ ഹോം, ഞാൻ താങ്കളുടെ വീട്ടിൽ വരുമ്പോൾ, വെൻ ഐ റീച്ച് ഹർ ഹോം, ഞാൻ അവളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ, ഇത് കാലത്തിന് അതീതമാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എപ്പോഴായാലും വെൻ ഐ റീച്ച് ഹർ ഹോം. അതുകൊണ്ടാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ഓപ്പൺ കണ്ടീഷൻ ഇൻ ഇംഗ്ലീഷ്. ഐ ഷാൽ ടേക്ക് എ സ്പെഷ്യൽ സെഷൻ ഓൺ ദാറ്റ്, ഡോണ്ട് വറി. വെൻ ഐ റീച്ച് ഹർ ഹോം, ഷീ വിൽ ഹാവ് ബീൻ ഡാൻസിങ് ഫോർ ആൻ അവർ. ഇതാണ് എൻ്റെ എക്സാമ്പിൾ. Thank you very much for watching the video. I shall come with hundreds of examples. More often, I shall use sentence correction to teach you English. English sentence correction, spot the error എന്നത് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാനും ഒരു വളരെ നല്ലൊരു മെത്തഡാണ്. ഞാൻ നൂറുകണക്കിന് സെൻറ്റൻസുകൾ വരും ക്ലാസ്സുകളിൽ നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്നു. അത് പഠിപ്പിക്കാം. ഐ ആം വെരി ഷുവർ ഒരു പൂർണ്ണമായ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ കാണിക്കാമെങ്കിൽ വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഭംഗിയായി ശോഭനമാവുകയും ചെയ്യും. താങ്ക് യു വെരി മച്ച്.